നമസ്കാരം. ഗർഭം, പീഡനം, ബലാത്സംഗ ആരോപണ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി സർക്കാർ പരിപാടിയിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നീക്കം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പാലക്കാട് ബംഗളൂരു KSRTC ബസ് സർവീസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുരംഗത്ത് സജീവമായിരിക്കുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നീക്കം. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് DYFI പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് KSRTC പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ലൈംഗികാരോപണ വിവാദങ്ങൾക്ക് ശേഷം ഒരു സർക്കാർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് ഇത് ആദ്യമായാണ്. കഴിഞ്ഞ മാസം 24-നാണ് 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ MLA ഓഫീസിൽ എത്തിയത്. വൈകിട്ട് 4:15-ന് 3 പ്രവർത്തകർക്കൊപ്പമാണ് MLA ബോർഡ് വെക്കാത്ത സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം ഓഫീസിലെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉൾപ്പെടുത്തി KSRTC ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തതിനെതിരെ DYFI പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി. KSRTCയിലെ ഇടത് അനുകൂല തൊഴിലാളി സംഘടനകളും എതിർപ്പ് അറിയിച്ചു. പാലക്കാട് DTO ജോബി ജോണിനെ തടഞ്ഞ DYFI നേതാക്കൾ പ്രതിഷേധം അറിയിക്കുകയും സ്വന്തം താൽപ്പര്യപ്രകാരം പാലക്കാട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. DTOയുടെ സീറ്റിലിരുന്ന് രാഷ്ട്രീയം കളിച്ചാൽ ആ സ്ഥാനത്ത് തുടരാനായിട്ട് കഴിയില്ലെന്ന് ഭീഷണിപ്പെടുത്തി. KSRTCയിലെ ഇടത് സംഘടനകളെ പോലും അറിയിക്കാതെയാണ് പരിപാടി നടത്തിയതെന്ന് ആരോപിച്ചുകൊണ്ട് KSRTC യൂണിയനുകളും ഡിപ്പോയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ചു. അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് DYFI നേതാക്കൾ DTO ജോബി ജോണിനോട് ചോദ്യം ചെയ്തു. പീഡനാരോപണ വിധേയനായ MLAയെ കൊണ്ട് ബസിൻ്റെ ഫ്ലാഗ് ഓഫ് നടത്തിയത് ഉചിതമാണോ എന്നും അവർ ആരാഞ്ഞു. DTOയ്ക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടെന്നും ആ താൽപ്പര്യവുമായി പാലക്കാട് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്നും DYFI നേതാക്കൾ ഭീഷണി മുഴക്കി. ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. DTOയുടെ വ്യക്തിപരമായ തീരുമാനമാണിതെന്നും KSRTC തൊഴിലാളി സംഘടനകളോട് പോലും ആലോചിക്കാതെയാണ് ഈ പരിപാടി നടത്തിയതെന്നും DYFI നേതാക്കൾ ആരോപിച്ചു. രഹസ്യ സ്വഭാവമുള്ള പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരുന്നത് MLAയുടെ ദുരവസ്ഥയാണ് സൂചിപ്പിക്കുന്നതെന്നും ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ പരിഹസിച്ചു. എന്നാൽ സ്ഥലം MLAയെ പുതിയ ബസ് സർവീസിനെക്കുറിച്ച് അറിയിക്കാറുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നുമാണ് DTO ജോബി ജോൺ വിശദീകരിക്കുന്നത്. രാത്രി 8:30-നാണ് MLA വരുമെന്ന് അറിയിച്ചത്. MLAയുടെ സാന്നിധ്യം കാരണമാണ് ഫ്ലാഗ് ഓഫ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രത്യേക പരിപാടികളില്ലാത്തതിനാലാണ് സംഘടനാ നേതാക്കളെ അറിയിക്കാതിരുന്നതെന്നും DTO ന്യായീകരിച്ചു. എങ്കിലും ഡിപ്പോ എഞ്ചിനീയർ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നതെന്നും എന്നാൽ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തുകയായിരുന്നു എന്നും KSRTC നേതാക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ തൊഴിലാളികളെ അറിയിക്കാതെ പരിപാടി നടത്തിയതിന് ഡിപ്പോ എഞ്ചിനീയർക്കും DTOയ്ക്കുമെതിരെ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരസ്യമായ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ MLAയെ വെല്ലുവിളിക്കുന്നുവെന്നും റിയാസുദ്ദീൻ പറഞ്ഞു. അതേസമയം നിയമസഭയിൽ അന്നും കൂട്ടബഹളമായിരുന്നു. സഭ ആരംഭിച്ചപ്പോൾ തന്നെ വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ MLAമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഒരു ആവശ്യം അവഗണിച്ചുകൊണ്ട് സ്പീക്കർ ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോയി. ഇതേ തുടർന്ന് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം നടുക്കളത്തിലേക്ക് ഇറങ്ങി. തുടർന്ന് അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന ബാനറും സഭയിൽ ഉയർന്നു.